ബേസിക്സിനകത്തല്ലേ മാം ലിസ്റ്റ് ബേസിക്സിൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്തായിരുന്നോ ലിസ്റ്റിൻ്റെത്? ഇല്ല, ഞാൻ ഒന്നും ചെയ്തില്ല. ഫയലല്ലേ? ഫയൽ ക്രിയേറ്റ് ചെയ്തോ? ഫയലാണോ? നിന്റെ ലിസ്റ്റിന്റെ കോഡ് ഉണ്ടെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്യോ? ലിസ്റ്റിന്റെ എന്താണ്? ലിസ്റ്റിന്റെ കോഡ് നമ്മൾ ചെയ്തില്ലായിരുന്നോ? ഷെയർ ചെയ്യോടാ ചാറ്റില്. റിന്റുവിന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ. ഞാൻ എന്റെ ഒന്ന് ഷെയർ ചെയ്യട്ടെ. നിന്റെ ഷെയർ ചെയ്തോന്നാല്. റിന്റു നോക്കി ടൈപ്പ് ചെയ്യണേടാ. ഓക്കെ ഓക്കെ. എന്റേത് നോക്കാൻ പറ്റുമോ നോക്കാം. ഒരു സെക്കൻഡ്. വന്നോ മാം? ലോഡിങ് ആവുന്നേ ഉള്ളൂടാ. വന്നോ? ഓക്കെ. ഇത് കണ്ടോ? ഞാൻ എന്തൊക്കെയോ എന്റെ പ്രോജക്റ്റ് ഇന്നലെ ഞാൻ ചെയ്തായിരുന്നു. അതിന് ശേഷം ഇത് ഇങ്ങനെ വരുന്നത്. അതായത് ഞാൻ ഇത് ഓപ്പൺ ചെയ്യുമ്പോ ഓപ്പൺ ചെയ്തു. ഇതിനകത്തുണ്ട് അസൈൻമെന്റും ബേസിക്സും ഉണ്ട്. ബേസിക്സ് എടുത്തോ. ആ പൈച്ചാം മിസ്ക് പ്രൊജക്ടിന്റെ അവിടെ വെച്ചിട്ട് ഓപ്പൺ കൊടുത്തേ. പൈച്ചാം ഇവിടെ വെച്ചിട്ട് അല്ലടാ, പൈച്ചാം മിസ്ക് പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ഓപ്പൺ കൊടുത്തേ. 3 പ്രാവശ്യം കൊടുക്കല്ലേ, ഓപ്പൺ കൊടുക്ക. ഇല്ല, ഇവിടെ വെച്ചിട്ട് ഓപ്പൺ. അതൊന്ന് എക്സ്പാൻഡ് ചെയ്തേ. കണ്ടോ ഇങ്ങനെ വരുന്നു. അതില് വീണ്ടും ഇത് ഇങ്ങനെ എടുക്കുമ്പോ ഇതേപോലെ വരുന്നു. പൈച്ചാം മിസ്ക് പ്രൊജക്ടില് മറ്റേ ബേസിക്സ് ഒന്ന് ഓപ്പൺ ചെയ്തേ പോയിട്ട്. ബേസിക്സ് ഓപ്പൺ ചെയ്തേ. ഓപ്പൺ വന്നില്ലേ? ഇപ്പൊ വന്നു. അപ്പൊ അതുപോലെ അസൈൻമെന്റ്സ് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഓപ്പൺ ചെയ്താൽ മതി. ഓപ്പൺ ചെയ്താൽ മതി അല്ലേ? ഓക്കെ. ഇനി ഞാൻ ഇതിന്റെ അതില് കളക്ഷൻസ് എടുത്തേടാ. കളക്ഷൻസ് ഓക്കെ. കളക്ഷൻസിൽ ലിസ്റ്റിന്റെ ഈ കോഡ് ഒന്ന് കോപ്പി ചെയ്ത് ചാറ്റിൽ ഇട്ടേടാ. ഓക്കെ. കൺട്രോൾ A കൊടുത്താൽ മതി ശിക്കാം. ഓക്കെ. നമ്മളുടെ മാക്കാടാ, മാക് OS ഡിഫറൻസ് ഉണ്ടാവും. കമാൻഡ് ആണെന്നേ ഉള്ളൂ. ഇതില് മാക്കിലെല്ലാം കമാൻഡ് ത്രൂ അല്ലേ പോകത്തുള്ളൂ. ഇതല്ലേ ചാറ്റ്? വന്നോ? ഐ തിങ്ക് വന്നു. ഓക്കെ, ഒരു മിനിറ്റ്. സോ ലിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഓർഡേർഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഓർഡേർഡ് കളക്ഷനോ? അതെ, ലിസ്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എന്താ പറയുക, ഒന്നിൽ പല തരത്തിലുള്ള മിക്സഡ് ആയിട്ടുള്ള ഡാറ്റ എനിക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കളക്ഷൻ ആണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് എനിക്ക് ഒരു സിംഗിൾ ലിസ്റ്റിന്റെ അകത്ത് സ്ട്രിങ് പാസ് ചെയ്യാം, നമ്പർ പാസ് ചെയ്യാം, അങ്ങനെ എന്ത് വേണമെങ്കിലും പാസ് ചെയ്യാം. ഓക്കെ. സോ അതാണ് ലൈൻ നമ്പർ 2 ലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെയാണ്? ഒരു സ്ക്വയർ ബ്രാക്കറ്റ്സിന്റെ അകത്ത് ഞാൻ എന്തെങ്കിലും ഒരു ജസ്റ്റ് കോമ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ അതിനെ എന്തായിട്ട് പറയാൻ പറ്റും? ഒരു ലിസ്റ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റും. ലൈൻ നമ്പർ 2 നോക്കുക കേട്ടോ. 2 കണ്ടു. യെസ്. ഇനി ഈ ലിസ്റ്റിൽ ഇൻഡെക്സ് വാല്യൂസ് ഉണ്ട്. ഓക്കെ.
സോ ഇൻഡെക്സ് വാല്യൂസ് എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് ഫ്രം ദ 0 ആയിരിക്കും വാല്യൂ. ഓക്കെ 0യിൽ നിന്നായിരിക്കും ഒരു ലിസ്റ്റിന്റെ ഇൻഡെക്സ് വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അതിൽ 0, 1, 2, 3, 4 എന്ന് ഡിഫറെന്റ് പൊസിഷൻസിലായിരിക്കും അത് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇവിടെ ലെറ്റ്സ് സേ എനിക്കിപ്പോ 0th ഇൻഡെക്സിലുള്ള വാല്യൂവിനെ ഫെച്ച് ചെയ്യണമെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ലിസ്റ്റ് 1 സ്ക്വയർ ബ്രാക്കറ്റ്സിൽ 0 അങ്ങനെ കൊടുത്താൽ മതിയാവും. അതായത് 0 പൊസിഷനിലുള്ള വാല്യൂവിനെയോ? 0th ഇൻഡെക്സ് ഫസ്റ്റ് വാല്യൂ, ഫസ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വാല്യൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ് ഇൻഡെക്സ്. അതിൽ രണ്ട് തരത്തിലുള്ള ഇൻഡെക്സിംഗ് ഉണ്ട്. പോസിറ്റീവ് ഇൻഡെക്സിംഗ് ഉണ്ട്, നെഗറ്റീവ് ഇൻഡെക്സിംഗ് ഉണ്ട്. നമ്മളിപ്പോൾ പറയുന്നത് പോസിറ്റീവ് ഇൻഡെക്സിംഗ്. നെഗറ്റീവ് ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലെഫ്റ്റ്, അതായത് ലാസ്റ്റ് ലിസ്റ്റിലെ അവസാനത്തെ വാല്യൂവിന്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഓക്കെ, അതുപോലെ സെക്കൻഡ് ലാസ്റ്റിന്റെ -2 ആയിരിക്കും. റൈറ്റിൽ നിന്ന് നോക്കുമ്പോഴത്തെ സെക്കൻഡ് എലമെന്റിന്റെ ഇൻഡെക്സ് വാല്യൂ എന്ന് -2 ആയിരിക്കും. മാം ഇങ്ങനെയാണോ അപ്പൊ വാല്യൂ? പോസിറ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ 0, 1, 2, 3, 4 എന്ന് പറഞ്ഞു പോകും. അതെ അതെ, ഇത് നെഗറ്റീവ് ആവുമ്പോൾ റൈറ്റ് ടു ലെഫ്റ്റ് -1, -2, -3, -4. അതായത് 0 ഇവിടെ അപ്പുറമുള്ള -1 അങ്ങനെയാണോ? അല്ല, 0 അപ്പുറമല്ല. ഇവിടെ ഇപ്പൊ ശിഖ 2 ഉല്ലാസ് 3 വാല്യൂസ് ഇല്ലേ? ഉല്ലാസ് എന്ന് പറഞ്ഞതിന്റെ എലമെന്റിന്റെ ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് -1 ആയിരിക്കും. -1 ഉണ്ടായിരിക്കും, 0, 1, 2 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടായിരിക്കും. രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. 2 ആണെങ്കിലോ -2 ആയിരിക്കും അതിന്റെ ഇൻഡെക്സ് വാല്യൂ. ഓ, നമ്മള് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോ? അതെ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോ. കറക്റ്റ്. ഓക്കെ ഓക്കെ, അതായത് ലിസ്റ്റിലുള്ള ഒരു ഡേറ്റയുടെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരുമ്പോ -1, -2, -3 എന്ന് പറഞ്ഞു പോകും. ശരിയാണോ? അതെ അതെ അതെ, ലെഫ്റ്റ് റൈറ്റ് ആവുമ്പോ 0, 1, 2, 3 പറഞ്ഞു പോകും. ഓക്കെ ഓക്കെ, സോ ബൈ ലിസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ്സിൽ -1 എന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഉല്ലാസ് പ്രിന്റ് ചെയ്യും അല്ലേ? ഉല്ലാസ് പ്രിന്റ് ചെയ്യും. അതെ. ശിഖ നെഗറ്റീവ് ഇൻഡെക്സിംഗ് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്, ലെഫ്റ്റ് റൈറ്റ് അല്ല. റൈറ്റ് ടു ലെഫ്റ്റ്. ഓക്കെ, ഇനി ലിസ്റ്റിന്റെ കുറച്ച് മാനിപ്പുലേഷൻ മെത്തേഡ്സ് ആണ് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഇൻസേർട്ട്. ഇൻസേർട്ട് എന്ന് വെച്ചാൽ എനിക്ക് ഏത് ഇൻഡെക്സ് പൊസിഷൻ, ഏതെങ്കിലും ഒരു ഇൻഡെക്സ് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡെക്സ് പൊസിഷനിൽ എനിക്ക് ഏതെങ്കിലും ഒരു ഡാറ്റയെ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇൻസേർട്ട് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. മാം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ? ലിസ്റ്റില് എനിക്കൊരു സ്പെസിഫിക് വാല്യൂവിനെ ഇൻസേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കൂ. അപ്പൊ എനിക്ക് അങ്ങനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് list1.insert എന്ന് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഇൻസേർട്ട് എന്നിട്ട് 1,6 എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ, കണ്ടോ? 1,6 കൊടുക്കുമ്പോൾ അതായത് ഫസ്റ്റ് ഇൻഡെക്സ് വാല്യൂവിൽ, അതായത് ഇപ്പൊ കറന്റ്ലി 2 എന്ന് പറഞ്ഞ വാല്യൂ ഉള്ള പൊസിഷനിലേക്ക് 6നെ എനിക്ക് ആഡ് ചെയ്യണം. ഓക്കെ ഓക്കെ, ശിഖ എന്ന് പറഞ്ഞ 0 ആണല്ലോ അല്ലേ? ശിഖ എന്ന് 0 ആണ്. 2 എന്ന് പറഞ്ഞാൽ 1 ആണ് വാല്യൂ വരുന്നത് അവിടെ. അപ്പൊ 1 ഫസ്റ്റ് ഇൻഡെക്സ് വാല്യൂവിലേക്ക് 6 എൻ്റർ ചെയ്യണം. ഓക്കെ, 2ന് പകരം 6 എൻ്റർ ചെയ്യണം. 2ന് പകരം 2 അവിടെ തന്നെ ഉണ്ടാവും, 2 മാറ്റിയിട്ടില്ല നമ്മള്. ഓക്കെ, അപ്പൊ എങ്ങനെ? ശിഖ 6, 2 ഉല്ലാസ്. അപ്പൊ 2 എന്ന് പറയുന്നത് 2ന്റെ ഇൻഡെക്സ് വാല്യൂ, അതെ, 2ന്റെ ഇൻഡെക്സ് വാല്യൂ സെക്കൻഡിലേക്ക് തള്ളിപ്പോകും. ഓക്കെ, ഇനി ലെറ്റ്സ് സേ ഇൻസേർട്ട് അതുപോലെ തന്നെ അപ്പെൻഡ് എന്ന ഒരു ഫംഗ്ഷൻ കൂടി ഉണ്ട്. ഓക്കെ, സോ അപ്പെൻഡ് ഫംഗ്ഷൻ എന്ന് വെച്ചാല്
ലെറ്റ്സ് സേ മാം ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ ലിസ്റ്റ് 1 എന്നുള്ളത് നമ്മൾ എന്താണോ നമ്മൾ ആ ലിസ്റ്റിലായിട്ട് നമ്മൾ ഏത് വേരിയബിളായിട്ട് വേണം നമുക്ക് ചെയ്യാം അസൈൻ ചെയ്യാലോ? ചെയ്യാം. ലിസ്റ്റ് 1 സാമ്പിൾ നെയിം ആണെന്നേ ഉള്ളൂ, ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ ലിസ്റ്റ് 1 ഡോട്ട് അപ്പെൻഡ് ഓഫ് 45 എന്ന് കൊടുക്കുമ്പോൾ ഈ 45 എവിടെയായിരിക്കും ആഡ് ആവുന്നുണ്ടാവുക? ഉല്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും എൻ്റർ ആവുന്നത്. മനസ്സിലായോ? ശിഖ ടു ഉല്ലാസ് അത് കഴിഞ്ഞിട്ടായിരിക്കും 45 വരുന്നത്. മനസ്സിലായടാ? മനസ്സിലായി. ഇനി നെക്സ്റ്റ് ഈസ് സോർട്ട്. സോർട്ടിങ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യാൻ ന്യൂമറിക് വാല്യൂസിനോടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് എനിക്ക് വേണമെങ്കിൽ എങ്ങനെ ചെയ്യാം? എനിക്ക് സെപ്പറേറ്റ് ചെയ്ത്, അതായത് എയ്തർ എൻ്റെ ലിസ്റ്റിലെ ഫുൾ ക്യാരക്ടർ സ്ട്രിങ്സ് ആണെങ്കിൽ എനിക്ക് സോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം നമ്പേഴ്സ് ആണെങ്കിൽ എനിക്ക് സോർട്ട് ചെയ്യാം. മനസ്സിലായോടാ? മിക്സ്ഡ് ആണെങ്കിൽ എനിക്ക് സോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. മിക്സ്ഡ് എന്ന് പറയുമ്പോൾ ക്യാരക്ടറും നമ്പേഴ്സും കൂടെ വരുമ്പോൾ സോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കറക്റ്റ്. ജസ്റ്റ് ഡോട്ട് സോർട്ട് എന്ന് കൊടുത്താൽ അത് എപ്പോഴും സോർട്ട് ചെയ്യുന്ന അസെൻഡിങ് ഓർഡറിലായിരിക്കും. ചെറുതിൽ നിന്ന് വലുതിലേക്കായിരിക്കും ചെയ്യുന്നത്. ഇതേപോലെ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിസ്റ്റിൽ ഇപ്പൊ കറന്റ്ലി എങ്ങനെയാണോ നിൽക്കുന്നത് അതിനെ അങ്ങനെ തന്നെ തിരിച്ച് പ്രിന്റ് ചെയ്ത് തരും നമുക്ക്. അതായത് ഇപ്പൊ ഇവിടെ കാർ ബാർ ടാർ 3 വാല്യൂസ് ഉണ്ട് ഇല്ലേ? ലിസ്റ്റ് 3 ഡോട്ട് സോർട്ട് കൊടുത്തപ്പോ എങ്ങനെയാ ഉണ്ടാവും? ബാർ കാർ ടാർ എന്നായി ഉണ്ടാവും. ടാർ ബാർ കാർ എന്നല്ലേ ആവുള്ളൂ? ഞാൻ ലിസ്റ്റ് 3 ഡോട്ട് സോർട്ട് ആടാ പറഞ്ഞേ. സോർട്ട്. അത് കഴിഞ്ഞ് ലിസ്റ്റ് 3 ഡോട്ട് റിവേഴ്സ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കറന്റ്ലി ഉള്ള ലിസ്റ്റ് എങ്ങനെയാണോ ആ ലിസ്റ്റിനെ നേരെ തിരിച്ചു വെക്കും, റിവേഴ്സ് ചെയ്തങ്ങ് വെക്കും. അവിടെ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ നോക്കത്തില്ല. ആകെ നോക്കുക എന്താണ്? ഈ ലിസ്റ്റ് എങ്ങനെയാണ് ലിസ്റ്റിനെ നേരെ തല തിരിച്ചങ്ങ് എഴുതും. ഇപ്പൊ എങ്ങനെ? ടാർ കാർ ബാർ തിരിഞ്ഞു വരും. അവിടെ റിവേഴ്സിന്റെ അവിടെ നമ്മൾ അപ്പൊ ഒരു സ്ട്രിങ് കൊടുക്കുന്നെങ്കിൽ ജസ്റ്റ് കാർന്ന് മാത്രമാണ് കൊടുക്കുന്നെങ്കിൽ റിവേഴ്സ് വെക്കുമ്പോൾ വർക്ക് ആവും, പക്ഷെ നമുക്ക് ഡിഫറൻസ് ഒന്നും കാണാൻ പറ്റില്ല. കാർ തന്നെ പ്രിന്റ് ചെയ്യല്ലേ? കാർ തന്നെ പ്രിന്റ് ചെയ്ത് കാണിക്കും, വേറെ ഡിഫറൻസ് അതിനകത്ത് ലെറ്റേഴ്സ് തിരിച്ചിട്ടില്ല. ഇല്ല. അതിനൊരു സിംഗിൾ എലമെന്റ് ആയിട്ട് എടുക്കത്തുള്ളൂ. മാം റിവേഴ്സ് ഇടുമ്പം നമുക്ക് വരുന്ന ആൻസർ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ ബാർ കാർ ടാർ എന്ന് വരും അല്ലേ? അല്ല, സോർട്ട് കൊടുക്കുമ്പോ ബാർ കാർ ടാർ എന്ന് വരും. അത് കഴിഞ്ഞ് ലിസ്റ്റ് 3 ഡോട്ട് റിവേഴ്സ് കൊടുക്കുമ്പോ എന്ത് സംഭവിച്ചാൽ ഇപ്പൊ ബാർ കാർ ടാർ എന്നല്ലേ കിടക്കുന്നേ? അത് നേരെ ആ ലിസ്റ്റിനെ നേരെ റിവേഴ്സ് ചെയ്യും. അപ്പൊ എങ്ങനെ വരും? ടാർ കാർ ബാർ. അതായത് ഇപ്പൊ ഞാനിപ്പം ലിസ്റ്റ് 3 ഡോട്ട് റിവേഴ്സ് സോർട്ട് ചെയ്യാണ്ട് ഡയറക്റ്റ് കൊടുക്കുവാണെങ്കിൽ ടാർ ബാർ കാർന്ന് വരും അല്ലേ? ശരിയല്ലേ? അവിടെ എനിക്ക് മനസ്സിലായി. ക്ലിയർ ആയോ? ക്ലിയർ ആയി. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഇൻഡെക്സ്. ഇൻഡെക്സ് എന്ന് വെച്ചാല് എനിക്കറിയാം, ഓക്കെ ഈ ലിസ്റ്റിൽ ഒരു എലമെന്റ് ഉണ്ട് എന്ന് എനിക്കറിയാം. ഓക്കെ, ലിസ്റ്റിൽ എനിക്കൊരു എലമെന്റ് ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ആ എലമെന്റ് എവിടെയാണെന്നോ അല്ലെങ്കിൽ ആ എലമെന്റ് ഏത് ഇൻഡെക്സ് പൊസിഷനിലാണെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്കറിയണ അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ ആണെന്ന് വിചാരിക്കൂ. ആണെങ്കിൽ ഡോട്ട് ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞ് ഡബിൾ കോട്ട്സിലെ വാല്യൂ അങ്ങ് പാസ് ചെയ്താൽ മതി. അതായത് ടു നോ ദ പൊസിഷൻ ഓഫ് ഇൻഡെക്സ് അല്ലേ? അതെ, ടു നോ ദ പൊസിഷൻ ഓഫ് ഇൻഡെക്സ്. കറക്റ്റ്. ഓക്കേ, ക്ലിയർ ആയോടാ ലിസ്റ്റ്? ക്ലിയർ ആയി. ഓക്കെ, ഞാൻ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോട്ടെ. സോ ഇനി നമുക്ക് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് എടുക്കാം. ഓക്കെ, സ്ട്രിംഗ് ഹാൻഡ്ലിംഗ്. സ്ട്രിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ബേസിക്സ് ക്രിയേറ്റ് ചെയ്താൽ മതിടാ, കളക്ഷൻസിൽ വേണ്ട. കളക്ഷനകത്തല്ലേ മാം ഇത് ചെയ്യണ്ട അല്ലേ? അയ്യോ, കളക്ഷനകത്ത് വേണ്ട, ബേസിക്സ് ക്രിയേറ്റ് ചെയ്താൽ മതി. അല്ല, ഞാൻ ഓൾറെഡി കളക്ഷനകത്താണ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് കുഴപ്പമില്ല, ലിസ്റ്റ് അവിടെ നിന്നോട്ടെ.
ലിസ്റ്റും സ്ട്രിങ്ങും തമ്മിൽ കണക്ഷൻ ഇല്ലല്ലോ. പൈത്തൺ പാക്കേജ് എടുക്കാനോ മാം? പൈത്തൺ ഫയൽ. ഓക്കെ. എവിടെയാ മാം? ബേസിക്സിനകത്ത് പൈത്തൺ ഫയൽ. ബേസിക്സിൽ പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്തോ. പേര് കൊടുക്കൂ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഡോട്ട് പി വൈ. ഒരു സ്ട്രിങ്ങിനെ അസൈൻ ചെയ്യും. സ്ട്രിംഗ് എന്ന് വെച്ചാൽ എന്താണ്? സ്ട്രിംഗ് എന്ന് പറഞ്ഞ ഒരു ഡാറ്റ ടൈപ്പ്. സ്ട്രിംഗ് ഒരു ഡാറ്റ ടൈപ്പ് ആണ്. ആൻഡ് ആ ഡാറ്റ ടൈപ്പ് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെ? നമ്മളുടെ നെയിം എന്ന് പറയുന്നത് ഒരു സ്ട്രിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ നെയിം എന്ന് പറയുന്നത് സ്ട്രിംഗ് ആണ്, അല്ലെങ്കിൽ ലെറ്റ്സ് സേ ഒരു വേരിയബിൾ നെയിമിനെ ഞാൻ ഡബിൾ കോട്ട്സിൽ കൊടുത്താൽ അതിനെ സ്ട്രിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യും അല്ലേ? സോ ടൈപ്പ് ചെയ്യൂ, ജസ്റ്റ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യൂ കേട്ടോ. സ്ട്രിംഗ് കൊടുക്കരുത്, ബിക്കോസ് സ്ട്രിംഗ് എന്ന് പറയുന്നത് ഒരു കീവേഡ് ആണ് കേട്ടോ. നമ്മള് വേരിയബിൾസിന്റെ നെയിമിംഗ് കൺവെൻഷൻ പറഞ്ഞപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, കീവേഡ്സിനെ ഒരിക്കലും വേരിയബിൾ ആയിട്ട് യൂസ് ചെയ്യരുത് എന്നുള്ള കാര്യം. എസ് ഈക്വൽസ് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കും അവിടെ, അത് കുഴപ്പമില്ല, ടൈപ്പ് ചെയ്തോ. ഡബിൾ കോട്ട്സിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കൂ, അല്ലെങ്കിൽ മെസ്സേജ് ഈസ് ഈക്വൽ ടു കണ്ടു കൊടുത്തോളൂ. അത് മതിയോ? ഓക്കേ, മെസ്സേജ് ഈസ് ഈക്വൽ ടു കൊടുത്തോളൂ. എം സ്മോൾ കൊടുക്കൂ കേട്ടോ. ഒരു മിനിറ്റ്. യെസ്. ഓക്കെ, മെസ്സേജ് ഈക്വൽ ടു ഹായ് വേൾഡ് എന്നാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഓക്കെ. ഇനി സ്ട്രിങ്ങിലും നമ്മൾ നേരത്തെ ലിസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഇൻഡെക്സ് വാല്യൂസ് ഉണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കൺസെപ്റ്റ് തന്നെ നെഗറ്റീവ് ഇൻഡെക്സിങ്ങും പോസിറ്റീവ് ഇൻഡെക്സിങ്ങും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, പ്രിന്റ് മെസ്സേജ് സ്ക്വയർ ബ്രാക്കറ്റിൽ 1. പ്രിന്റ് മെസ്സേജ് കൊടുത്തു, എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ്സിൽ 1. മെസ്സേജ് കോമ അല്ലേ? മെസ്സേജ് കോമ അല്ല, സ്ക്വയർ ബ്രാക്കറ്റ്സ്. ഓക്കെ, മെസ്സേജ് അകത്തടാ, മെസ്സേജിന്റെ തൊട്ടടുത്ത് തന്നെ കൊടുക്കുക, സ്ക്വയർ ബ്രാക്കറ്റ്സ്, പുറത്തല്ല. ഓക്കെ, ഇങ്ങനെ. അതെ, ആ സ്ക്വയർ ബ്രാക്കറ്റ്സിൽ 1 കൊടുത്തേ. ഓക്കെ, ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യൂ. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കൂ. എ വന്നു, കറക്റ്റ് ആണോ? ശരിയാണോ? ഓക്കെ അല്ലേ? ശിവയ്ക്ക് ഓക്കെ. ഐ മീൻ ഹൗ ആയതുകൊണ്ട് ഓ പ്രിന്റ് ആയി അല്ലേ? ഇനി -1 കൊടുത്തു നോക്കിക്കേ. നെക്സ്റ്റ് ലൈനില് പ്രിന്റ് മെസ്സേജ് സ്ക്വയർ ബ്രാക്കറ്റ്സിൽ -1 കൊടുത്തു നോക്കിക്കേ. അതായത് -1 വാല്യൂ പ്രിന്റ് ചെയ്യിപ്പിക്കുക. -1 എന്ന് വെച്ചാൽ ലാസ്റ്റ്. ഓക്കെ, പ്രിന്റ് ആയോ നോക്കൂ. ലാസ്റ്റ് യു ആണ് വന്നത് അല്ലേ? സോറി, അതായത് നമ്മള് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന ആ വാല്യൂ എടുത്തു. അതെ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോഴത്തെ ഫസ്റ്റ് വാല്യൂവിനെ എടുത്തു. മനസ്സിലായി. ഇനി നെക്സ്റ്റ് സ്ലൈസിങ്. ടോപ്പിക് ആണോ മാം? ഇത് തന്നെ വരുന്ന ടോപ്പിക്കാടാ, സ്ട്രിംഗിൽ തന്നെ വരുന്ന ടോപ്പിക്കാണ് സ്ലൈസിങ്. സ്ലൈസ് ചെയ്യാച്ചാൽ എന്താ? സെപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കട്ട് ചെയ്യാനുള്ള മീനിങ്ങിൽ പറയാം അല്ലേ? സോ നമുക്ക് പലതരത്തിൽ സ്ലൈസ് ചെയ്യാം. എനിക്ക് ആദ്യം തന്നെ സ്ലൈസ് ചെയ്യേണ്ടത് ഇതിൽ ആദ്യത്തെ 5 ക്യാരക്ടേഴ്സിനെ എനിക്ക് കിട്ടണം. ഓക്കെ, എന്റെ ഈ മെസ്സേജിലുള്ള ആദ്യത്തെ 5 ക്യാരക്ടേഴ്സിനെ വേണം എനിക്ക് ആദ്യം സ്ലൈസ് ചെയ്ത് കിട്ടാൻ. ഇപ്പൊ കൊടുക്കൂ, പ്രിന്റ് സ്ക്വയർ ബ്രാക്കറ്റ്സില് മെസ്സേജ് കോളൻ മെസ്സേജ് സ്ക്വയർ ബ്രാക്കറ്റ്സില് മെസ്സേജ് അഗൈൻ സ്ക്വയർ ബ്രാക്കറ്റ്. ഓക്കെ മാം, പ്രിന്റ് കഴിഞ്ഞിട്ട് നമ്മള് മെസ്സേജ് കൊടുക്കുക അല്ലേ? മെസ്സേജ് കൊടുക്കുക, സ്ക്വയർ ബ്രാക്കറ്റ്സിൽ കൊടുക്കും :5. മെസ്സേജ്
മെസ്സേജ് സ്ക്വയർ ബ്രാക്കറ്റില് ഓക്കെ കോളൻ 5 ഫൈലോ 5 5 5 അപ്പൊ മാം രണ്ടും സ്ക്വയർ ബ്രാക്കറ്റ് ആണോ? അല്ല, പ്രിന്റിന്റെ നോർമൽ ബ്രാക്കറ്റടാ. അതാ ഞാൻ കൺഫ്യൂസ് ആയി. ഇന്നൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കിക്കേ. W വന്നു. ഇതിനകത്ത് സ്പേസിനെ ഒരു ക്യാരക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ വന്നു അല്ലേ? അപ്പൊ ഇവിടെ 5 കോളൻ 5 കൊടുത്തപ്പോ 5 ലെറ്റേഴ്സ് അല്ലേ വന്നുള്ളൂ? ശരിക്കും 6 എണ്ണം വരണ്ടേ? കോളൻ 5 അല്ലേ നമ്മൾ കൊടുത്തേ? 0 തൊട്ട് 5 വരെ എത്ര ലെറ്റേഴ്സ് ഉണ്ടാവും? നമ്മള് ലെഫ്റ്റിന്ന് റൈറ്റ് ആയിട്ടല്ല. അപ്പൊ 0 1 2 3 4 ശരിയാണല്ലോ. 6 എണ്ണം വരത്തില്ല. അത് ഇത് നോർമലി നിങ്ങളെ ട്രിക്ക് ചെയ്യാനായിട്ട് ഇന്റർവ്യൂസിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിനോണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഒന്നും കൂടി ചോദിച്ച് ഇവിടെ നമ്മൾ മെസ്സേജ് സ്ക്വയർ ബ്രാക്കറ്റ്സിൽ കോളൻ 5 അല്ലേ കൊടുത്തേ? കോളൻ 5 ആക്ച്വലി എത്ര എലമെന്റ്സ് ഉണ്ട്? 0 to 5 6 എലമെന്റ്സ് ഉണ്ട്. എത്ര പ്രിന്റ് ആയി? 5. പക്ഷെ അത് ലാസ്റ്റിലത്തെ ഓൾവേസ് -1. യെസ്, അതാണ് എന്റെ ആൻസർ. നിങ്ങളോട് ഇത് നോർമലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ ഇപ്പം നിങ്ങളോട് സ്ലൈസിങ് ചെയ്യാൻ മതി. സ്ലൈസിങ് ചെയ്തു. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ കോളൻ 5 കൊടുത്താൽ 6 വാല്യൂസ് ഇല്ലേന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ആൻസർ? സ്ലൈസിങ് ചെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് സ്ലൈസ് ചെയ്യേണ്ട ഇൻഡെക്സ് വാല്യൂ +1 ആയിരിക്കണം കൗണ്ട് ചെയ്യേണ്ടത്. അതായത് എനിക്ക് ടോട്ടലി 5 എലമെന്റ്സ് വേണം. അതെ. അപ്പൊ 0 to 5 അല്ലേ, 0 to 4 അല്ലേ വരുക? അതെ. അപ്പൊ 0 to 4 ആണെങ്കിൽ സ്ലൈസിംഗിൽ കൊടുക്കുമ്പോൾ കോളൻ 5 എന്ന് കൊടുക്കണം. അപ്പൊ നമ്മൾ അതിന്റെ ആൻസർ എന്താ പറയേണ്ടത്? അതായത് സ്ലൈസിംഗിന്റെ സ്റ്റോപ്പ് ലിമിറ്റ് ഓഫ് ദി സ്ലൈസിംഗ് ഷുഡ് ഓൾവേസ് ബി one value more than the desired. The stop limit of slicing should be one value more than the desired. Okay. Clear അല്ലേടാ അത്? അതെ. കോളൻ 5 പറഞ്ഞു. ഇവിടെ നമ്മൾ കോളൻ അല്ലേ പറഞ്ഞു, ജസ്റ്റ് കോളൻ മാത്രം പറഞ്ഞപ്പോ സ്റ്റാർട്ടിംഗ് വാല്യൂ ബൈ ഡിഫോൾട്ട് എന്താ എടുത്തിരിക്കുന്നേ? 0. യെസ്, അതും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബൈ ഡിഫോൾട്ട് ആയിട്ട് സ്ലൈസ് ചെയ്യുന്നത് എവിടെ തൊട്ടാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഇൻഡെക്സ് 2 till 6 ആണ്. ഓക്കെ, starting from the value of 2, index value 2 till 6 ആണ് എനിക്ക് സ്ലൈസ് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ സ്ലൈസ് ചെയ്യാം? 2 colon 7. 7. യെസ്, കറക്റ്റ്. കൊടുത്തോളൂ. അതായത് ഒന്നാമത് മാം ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതായത് സ്റ്റാർട്ടിംഗ് ഫ്രം ദി ഇൻഡെക്സ് വാല്യൂ 2 എനിക്ക് ടിൽ ദ ഇൻഡെക്സ് വാല്യൂ ഓഫ് 6 എനിക്ക് സ്ലൈസ് ചെയ്യണം. 2 to 6 എനിക്ക് സ്ലൈസ് ചെയ്യണം. ഓക്കെ, ഞാൻ എങ്ങനെയായിരിക്കും ഇൻഡെക്സ് വാല്യൂ കൊടുക്കുക സ്ലൈസ് ചെയ്യുമ്പോ? 2 colon 7. അതായത് സ്റ്റാർട്ടിംഗ് ഫ്രം ഇൻഡെക്സ് വാല്യൂ, ഞാൻ അതൊന്ന് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് എഴുതി വെക്കുന്നതാണ്. സ്റ്റാർട്ടിംഗ് ഫ്രം ഇൻഡെക്സ് വാല്യൂ 2 to 6 ആണ് എനിക്ക് ആവശ്യം. അപ്പൊ ഞാൻ ഏതുവരെ ലിമിറ്റ് കൊടുത്തു? 7 കൊടുത്തു. ക്ലിയർ?
ഓക്കെ. നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയണേ റിന്റു. മാം ഒരു മിനിറ്റ്. ആ പറഞ്ഞോ മാം. ഓക്കെ. ഇനി നെക്സ്റ്റ് ഈസ് കോൺകാറ്റനേഷൻ. സ്ട്രിങ്ങിന്റെ അടുത്ത മാനിപ്പുലേഷൻ ആണ് കോൺകാറ്റനേഷൻ. നിന്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ അവിടെ ശിഖ. എന്റെയാണോ? കോൺകാറ്റിനേഷൻ. നോ ഇഷ്യൂസ് ഞാൻ തരാം. സ്പെല്ലിങ് ഞാൻ തരാം. കൺഫ്യൂഷൻ വേണ്ട. ഇങ്ങനത്തെ വലിയ സ്പെല്ലിങ്സ് വരുമ്പോ എനിക്കും കൺഫ്യൂഷൻ വരാറുണ്ട്. ചാറ്റിലുണ്ട്. അത്രയും തിങ്ക് ചെയ്യാനുള്ള ശേഷി എനിക്കുണ്ട്. അത് പൊതുവെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? Alright. CATE. ഓക്കെ, താഴെ കൊടുത്തോളൂ കേട്ടോ. കോൺകാറ്റ് മെസ്സേജ്, കോൺകാറ്റ് ഈക്വൽസ് CONCAT അല്ലേ? CONCAT, അതെ, CONCAT ഈക്വൽസ് ആ ഡബിൾ കോട്ട്സിൽ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കൊടുക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റാൻഡം ടെക്സ്റ്റ് കൊടുത്തോളൂ. ഹലോന്നോ ഹായ്ന്നോ ഹെയ്ന്നോ എന്തെങ്കിലും ഒന്ന് കൊടുത്തോളൂ. പ്ലസ് ഡബിൾ കോട്ട്സ് പ്ലസ് കൊടുക്കൂ. മെസ്സേജ്. മാം ഒന്നുകൂടെ പറഞ്ഞേ. കോൺകാറ്റ് ഈക്വൽസ് ടെക്സ്റ്റ് കൊടുത്തു, എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുത്തു, പ്ലസ് മെസ്സേജ്. കോമയാണോ നമ്മൾ? ഹലോ പ്ലസ് 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 കേട്ടിട്ടുണ്ട്. കോൺകാറ്റ് എന്ന് പറയുന്ന മീനിങ് എന്തോ മാം? കോൺകാറ്റ് എന്ന് വെച്ചാൽ കമ്പൈനിങ്. ഓക്കെ ഓക്കെ, അതന്നെ കേട്ടിട്ടുണ്ട്. എനിക്കായിട്ടില്ല. ഹലോ നമ്മൾ ഡബിൾ ക്ലോസ് ചെയ്തു, എന്നിട്ട് പ്ലസ് അല്ലേ? പ്ലസ്, അതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലസ് കഴിഞ്ഞിട്ട് മെസ്സേജ്, നമ്മുടെ വേരിയബിൾ നെയിം കൊടുത്തോ. വേരിയബിൾ നെയിം മെസ്സേജ് അല്ലല്ലോ. ഓക്കെ ഓക്കെ. ഇതല്ലേടാ, സോറി, എനിക്ക് മെസ്സേജ് ആദ്യത്തെ. അതെ, ശിവയ്ക്ക് മെസ്സേജ്. റിന്റുന് എന്താ? എനിക്ക് ഹായ് വേൾഡ് ആണ് കിട്ടിയേക്കുന്നത്. അല്ല, അതല്ല ചോദിച്ചേ. നിന്റെ വേരിയബിൾ നെയിം ഏതാടാ? ഞാൻ കോൺകാറ്റ് ഹലോ എന്നാണ് കൊടുത്തേക്കുന്നത്. ആദ്യത്തെ നമ്മൾ മെസ്സേജ് ഹായ് വേൾഡ് ആണ് കൊടുത്തേക്കുന്നത്. മെസ്സേജ് ഈക്വൽസ് അല്ലേ ഹായ് വേൾഡ് കൊടുത്തിട്ടില്ലേ? അതെ. പ്ലസ് മെസ്സേജ്. ശരി, കിട്ടി. എക്സിക്യൂട്ട് ചെയ്യട്ടെ? യെസ്. എനിക്ക് വന്നില്ലല്ലോ. അല്ല, പ്രിന്റ് ചെയ്യടാ. പ്രിന്റ് ചെയ്തേ. സോറി, പ്രിന്റ് ചെയ്തില്ല. പ്രിന്റ് കോൺകാറ്റ് ഞാൻ ഓപ്പൺ ചെയ്തത്, എന്താ വരാത്ത? ഹലോ ഹായ് വേൾഡ്. ഹലോ ഹായ് വേൾഡ് വന്നല്ലേ മാം? ഇപ്പൊ എനിക്കിവിടെ ഉണ്ടല്ലോ ഈ ഹലോ ഹായ് വേൾഡ് ഇല്ലേ, അതിനകത്ത് ഈ ഹലോ കഴിഞ്ഞിട്ട് സ്പേസ് ഇല്ലാണ്ടാണ് ഹായ് വേൾഡ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ആ സ്പേസ് കിട്ടണമെങ്കിൽ ഞാൻ ഇവിടുത്തെ കോൺകാറ്റിനകത്തുള്ള ഹലോ കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ട് പ്ലസ് മെസ്സേജ് കൊടുത്താലോ? വരും, സ്പേസ് വരും. നോക്കട്ടെ. ഇല്ല, വന്നില്ല മാം. ഹലോ കഴിഞ്ഞ് സ്പേസ് കൊടുത്തോടാ. അല്ല, ഹലോ കഴിഞ്ഞ സ്പേസ് കൊടുക്കണം. ഞാൻ ഹലോ മറ്റേ ഡബിൾ കോട്ട്സ് കഴിഞ്ഞിട്ടാ സ്പേസ് കൊടുത്തേ. ഡബിൾ കോട്ട്സ് ഉണ്ടല്ല, ഡബിൾ കോട്ട്സിനുള്ളിൽ സ്പേസ് കൊടുക്കുക. ഇപ്പൊ
കിട്ടിയില്ലേടാ? കിട്ടി. ഓക്കെ, കോൺകാറ്റനേഷൻ ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതുപോലെ തന്നെ നമ്മൾ നോർമലി ചെയ്യാറുള്ള ഒരു കാര്യമാണ് കേസ് ചേഞ്ചിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ലോവർ കേസിലുള്ള ഒരു ക്യാരക്ടറിനെ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അപ്പർ കേസിൽ തന്നെ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതും അല്ലെങ്കിൽ ക്യാമൽ കേസിങ് ആക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നോർമലി ചെയ്യാറുള്ളതാണ്. ക്യാമൽ കേസിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് മാം? ക്യാമൽ കേസിംഗ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്യാരക്ടർ ക്യാപ്സ്. ഒരു മെസ്സേജിന്റെ ഫസ്റ്റ് ക്യാരക്ടർ മാത്രം ക്യാപ്സ് ആക്കുക. അയ്യോ, ഒരു മെസ്സേജിന്റെ ഫസ്റ്റ് ക്യാരക്ടർ മാത്രം ക്യാപ്സ് ആക്കുക, ക്യാപിറ്റൽ ആക്കുക. ഓക്കെ. ഒന്ന് ഒരു മിനിറ്റ് മാം, ഞാനൊന്ന് നോട്ട് ചെയ്തോട്ടെ. അപ്പർ ലോവർ, അപ്പർ കേസ് ടു ലോവർ കേസ്, ലോവർ കേസ് ടു അപ്പർ കേസ്. ഇതാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ടൈറ്റിൽ കേസ് അല്ലെങ്കിൽ ക്യാമൽ കേസ് ചെയ്യാം. Camel case. Okay. ഓക്കെ, ടൈപ്പ് ചെയ്തോളൂ. പ്രിന്റ് മെസ്സേജ് ഡോട്ട് അപ്പർ ബ്രാക്കറ്റ്സിൽ പ്രിന്റ് മെസ്സേജ് ബ്രാക്കറ്റ്സ് കൊടുക്കണം. ഇതല്ലേ? മെസ്സേജ് ഡോട്ട് അപ്പർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ കൊടുത്തു നോക്കൂ. ഓക്കെ. എക്സിക്യൂട്ട് ചെയ്യൂ. എടോ, ഇതിനകത്ത് എനിക്കൊന്ന് ശിഖ അപ്പർ കഴിഞ്ഞിട്ട് എനിക്കൊന്നൊരു 2 ബ്രാക്കറ്റും കൂടെ ഉണ്ട്. അപ്പർ കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഇല്ല. ഓക്കെ. അങ്ങനെയല്ല, അപ്പറിനെ ഫംഗ്ഷൻ ആക്കിയിട്ട് ഇത് അപ്പർ കഴിഞ്ഞ് 2 ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഇല്ല. ഇത് അല്ലേ? ഓക്കെ. വന്നു. അപ്പൊ ലോവർ എന്ന് പറഞ്ഞാൽ ലോവർ കേസ് ആവും, എല്ലാം ലോവർ കേസ് ആവും. അതെ. ക്യാമൽ വരുമ്പോഴോ മാം? ക്യാമലിന് കൊടുത്താൽ മതി. ക്യാമല്ല, പറഞ്ഞുതരാം. ആദ്യം അപ്പർ എക്സിക്യൂട്ട് ചെയ്യടാ. എക്സിക്യൂട്ട് ചെയ്തു. എല്ലാം അപ്പർ വന്നു. ഇനി ഡോട്ട് ലോവർ കൊടുത്തു നോക്കിയേ. ഓക്കെ. താഴെ കൊടുക്കൂ, ഡോട്ട് ടൈറ്റിൽ എന്ന് കൊടുക്കൂ. പ്രിന്റ് മെസ്സേജ് ഡോട്ട് ടൈറ്റിൽ. ഓക്കെ, ടൈറ്റിൽ വരുമ്പോ ഇത് ക്യാമൽ കേസ്. ഓക്കെ, മനസ്സിലായടാ? ഓക്കെ. സോ ചേഞ്ചിങ് ദ കേസ് ക്ലിയർ അല്ലേ? അതായത് അതിന്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ പ്രിന്റ് അസൈൻ വാല്യൂ ഡോട്ട് അപ്പർ ആണെങ്കിൽ അപ്പർ വരും, ലോവർ ആണെങ്കിൽ ലോവർ വരും. ടൈറ്റിൽ കൊടുത്താൽ ക്യാമൽ കേസിംഗ് ആയിട്ട് വരും. ഇനി അടുത്തത് സെർച്ചിങ്. ടൈപ്പ് ചെയ്യൂ, പ്രിന്റ് ബ്രാക്കറ്റ്സിൽ മെസ്സേജ്
സോറി ഹലോ ഡബിൾ കോട്സിൽ ഹലോ എന്ന് കൊടുക്കൂ. ഡബിൾ കോട്സ് ക്ലോസ് ചെയ്യൂ. സ്പേസ് ഇൻ concat. In space concat. Space in space concat. ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിക്കേ എന്താ വരുന്നേന്ന്. ഹലോ ഇൻ കോൺകാറ്റ് ഫാൾസ് ആണല്ലോ എനിക്ക്. ഫാൾസ് ആണോ വന്നേ? ഡബിൾ കോട്സിൽ കൊടുത്തപ്പോ എനിക്ക് ഫാൾസ് വന്നല്ലേ? ഓക്കെ. സോ റിൻറ്റുവിന് ആ കോൺകാറ്റ് എന്ന് പറഞ്ഞ വേരിയബിളിൽ ഹലോ എന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ടോ? ഉണ്ട്. ഹലോ ഡബിൾ കോട്സ് സ്പേസ് ഇട്ട് കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. എന്താ അതില് കോൺകാറ്റിന്റെ സ്പേസോട് കൂടിയാണോ വരുന്നേ അതോ വിത്തൗട്ട് സ്പേസ് ആണോ വരുന്നേ? എനിക്ക് മനസ്സിലായില്ല മാം. റിൻറ്റുവിന്റെ സ്ക്രീനും കൂടെ ഷെയർ ചെയ്യും. രണ്ടുപേരുടെ സ്ക്രീൻ എനിക്ക് കാണാം. രണ്ടുപേരുടെ ഷെയർ ചെയ്തേ. റിൻറ്റുവിന്റെ ഷെയർ ചെയ്തേ സ്ക്രീന്. ശരി, സ്റ്റോപ്പ് ചെയ്യണ്ട കേട്ടോ. രണ്ടുപേരുടെ കമ്പയർ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഒന്ന് പിൻ ചെയ്യട്ടെ നിന്റെ സ്ക്രീന്. റിൻറ്റു ഹോൾഡ് ചെയ്യൂട്ടോ. ഷെയറിങ് ആയില്ലടാ, ഒന്ന് ഷെയർ ചെയ്യൂടാ. ഷെയറിങ് ആയി കിട്ടിയേ. പൈച്ചാം എടുത്തേ. ഹലോ ഹലോ. ഇവിടെ എച്ച് സ്മോൾ അല്ലേ കൊടുത്തിരിക്കുന്ന റിൻറ്റു? അതെ. സോ ഈ ഹെലോയും ക്യാപിറ്റൽ ഹെലോയും രണ്ടായിട്ടല്ലേ ട്രീറ്റ് ചെയ്യാ? ഓക്കെ. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? മാറ്റണ്ട മാറ്റുന്നതിന് മുന്നേ പറഞ്ഞുതരാം. ഹെലോ ഇൻ കോൺകാറ്റ് കൊടുത്തു. ഈ കോൺകാറ്റിന്റെ അത് സ്മോൾ ലെറ്റർ എച്ച് ഉള്ള ഹെലോ ഇല്ല. എന്ത് സംഭവിച്ചു? ഇവിടെ എന്താ പ്രിന്റ് ആയത്? ഫാൾസ്. തെറ്റാണ്. ഓക്കെ. അതായത് ഇങ്ങനെ ഒരു വാല്യൂ അവൈലബിൾ അല്ല, അപ്പൊ ഫാൾസ് റിട്ടേൺ ചെയ്തു. അത് ക്യാപിറ്റൽ എച്ച് കൊടുത്ത് റൺ ചെയ്തേ റിൻറ്റു. എടാ ശിഖയുടെ സ്ക്രീൻ കാണിച്ചേ. ഞാൻ ഷെയർ ചെയ്യുവാ മാം. നിന്റെ സ്ക്രീൻ ചെറുതാക്കിയിട്ടാടാ കാണുന്നത് എനിക്ക്. ആണോ? അയ്യോ. മാക്സിമൈസ് ചെയ്യോടാ ഇത് പൈച്ചാമ. ഇപ്പോഴോ? ഇപ്പൊ ഓക്കെ, സെറ്റ്. ഹലോ ഇൻ കോൺകാറ്റ്. ഇവിടെ ഹെലോന്റെ അപ്പുറത്തേക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുത്തേ ശിഖ. ഇവിടുത്തെ ഇതിലോ? പ്രിന്റ് ഹലോ അവിടെ അല്ല, മേളില് അല്ലല്ല, ഇവിടെ ലൈൻ നമ്പർ 15 ലൈൻ നമ്പർ 15 സ്പേസ് ഇട്ടിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ആണോ? സ്പേസ് ഇട്ട് ക്വസ്റ്റ്യൻ മാർക്ക് കേട്ടോ. ഞാൻ കൊടുക്കണോ മാം? വേണ്ട, അതിന്റെ ഓൾറെഡി നിനക്ക് ഫോൾസ് കിട്ടിയില്ലേ? ഇതൊക്കെ ഫോൾസിന്റെ ഡെമോൺസ്ട്രേഷന് വേണ്ടി. ഓക്കേ, ഓൾറൈറ്റ്. സേവ് ചെയ്യൂ, ഒന്ന് എക്സിക്യൂട്ട് ചെയ്യൂ. എക്സിക്യൂട്ട് ചെയ്തു. ഫോൾസ് വന്നു. കാരണം എന്താ? ഹലോ സ്പേസ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിംഗ് അവൈലബിൾ അല്ല അല്ലേ? ഓക്കെ, മനസ്സിലായി. അതേസമയം ഹലോ സ്പേസ് കൊടുത്തപ്പോ വർക്കായി അല്ലേ? അതായത് ഈ കോൺകാറ്റിനകത്ത് നമ്മൾ എന്താണോ കൊടുത്തേക്കുന്നത് അതാണെങ്കിൽ മാത്രമേ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് അല്ലേ? അത് പ്രിന്റ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, കിട്ടി. പ്രിന്റ് ചെയ്യല്ല, ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാ. പ്രിന്റ് ചെയ്യാന്നല്ല ഉദ്ദേശിക്കുന്നത്. അത് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാ, ട്രൂ ഓർ ഫോൾസ് റിട്ടേൺ ചെയ്യാം. ഓക്കെ, സെർച്ച് ചെയ്യാം. ഓൾറൈറ്റ്. അപ്പൊ ഇതിപ്പോ ഏത് സമയത്തായിരിക്കും നമുക്ക് ഇങ്ങനൊക്കെ ഉള്ളത്? ഇത് നമുക്ക് പല സമയത്തും യൂസ്ഫുൾ ആയിരിക്കും. എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു നിങ്ങളിപ്പോ ഒരു കോഡ് ചെയ്താന്ന് വിചാരിക്കും പൈത്തണില്. നിങ്ങൾക്ക് ഒരു പോയിന്റിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണം ഇഫ് എ സ്പെസിഫിക് ഡാറ്റ ഈസ് പ്രസന്റ് ഇൻ ദ ടെക്സ്റ്റ്. അങ്ങനെയുള്ള സിനാരിയോസിലെല്ലാം ഇത് ഹെൽപ്ഫുൾ ആണ്. സെർച്ചിങ് ഹെൽപ്ഫുൾ ആണ്. ഈ ഇൻ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ നമ്മളൊരു പേര് വിളിക്കുമായിരുന്നു. എന്താന്ന് ഓർക്കുന്നുണ്ടോ? ഓപ്പറേറ്റേഴ്സിൽ പഠിച്ചതായിരുന്നു. എന്തായിരുന്നു? മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ എന്ന് പഠിച്ചു ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ഓപ്പറേറ്റർ പഠിച്ചോ? ഇൻ ഈസ് എന്നൊക്കെ കൊണ്ട് പഠിച്ചില്ലായിരുന്നോ? ശരിക്കും എനിക്ക് ഓർമ്മയില്ല. ഇല്ല, രണ്ടു പഠിച്ചില്ലായിരുന്നോടാ? ഇൻഡോ മാം, ഞാൻ ഒരു മിനിറ്റ് ഓപ്പറേറ്റേഴ്സ് എടുത്തേ. ഓപ്പറേറ്റേഴ്സിലെ നിങ്ങൾക്ക് ഇന്നും യൂസും പറഞ്ഞു തന്നിട്ടില്ലേ? നോക്കട്ടെ.
ഞാൻ ഒരു മിനിറ്റ് എടുക്കാവേ, ഒരു മിനിറ്റ്. ഇതെല്ലാം നമ്മുടെ ഓപ്പറേറ്റേഴ്സിന്റെ, ഇതെല്ലാം ഓപ്പറേറ്റേഴ്സ്. ഞാനുണ്ടോ ഇല്ല മാം. ഫോർ ലൂപ്പോ? ഫോർ ലൂപ്പ് എടുത്തേ. ഫോർ ലൂപ്പിനകത്ത് അതാ ഞാൻ പറഞ്ഞ ഫോർ ലൂപ്പിനകത്താണ്. ആ സമയത്ത് പറഞ്ഞില്ലായിരുന്നോ ഫോർ ലൂപ്പിൽ നമുക്ക് ഇൻ എന്ന് പറഞ്ഞിട്ടൊരു ഇത് അവൈലബിൾ ആണ്, ഓപ്പറേറ്റർ അവൈലബിൾ ആണ്, അതിനെ പറയുന്ന പേരാണ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ എന്ന് ഓർക്കുന്നുണ്ടോ? അയ്യോ ഇല്ല, അതെനിക്ക് ഓർമ്മയില്ല, ഈ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഓർത്ത് വെക്കുക കേട്ടോ. അതായത് ഇൻ എന്താണെന്ന് ചോദിച്ചാൽ പറയേണ്ടത് എന്താണ്, അതിനെ മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. മാം ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ തന്നെ ഒന്ന് നോട്ട് ചെയ്തോട്ടെ, അല്ലാണ്ട്. നോട്ട് ചെയ്തോടാ. ഇൻ ഈസ് കോൾഡ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ. ഇന്നും ഈസും അല്ലേ? ഇന്ന് ഈസ് അതിനല്ല, ഐഡന്റിറ്റി ഓപ്പറേറ്റർ ആണ്. ഐഡന്റിറ്റി ഓപ്പറേറ്റർ നമുക്ക് പഠിക്കാനുണ്ട് ഇനി ഇതില്. ഓക്കെ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഈസ് റീപ്ലേസിങ്. അടുത്ത ടോപ്പിക് ആണോ മാം? ഇതിൽ തന്നെ വരുന്ന അടുത്ത മാനിപ്പുലേഷൻ ആണ് കേട്ടോ. ഓക്കെ, റീപ്ലേസിംഗിൽ കൊടുത്തോളൂ. മെസ്സേജ് ഡോട്ട് രണ്ടുപേരുടെ ഹായ് ഉണ്ടോ ടെക്സ്റ്റില്? അല്ലെങ്കിൽ രണ്ടുപേരുള്ള ഏതെങ്കിലും എണ്ണം പറഞ്ഞ്. കോൺകാറ്റിനകത്താണോ അതോ കോൺകാറ്റിന്റെ അകത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും? ഓക്കെ, ഹൗ ആർ യു ആണ് ഇവിടെ ഉള്ള ഹായ് ആണുള്ളത്. ഓക്കെ, എങ്കിൽ രണ്ടു ടൈപ്പ് ചെയ്യും. മെസ്സേജ് ഡോട്ട് റീപ്ലേസ്. ശരിക്കും ഞാൻ പറഞ്ഞുതരാവേ. റീപ്ലേസ് ബ്രാക്കറ്റ്സിൽ കൊടുക്കൂ, ഡബിൾ കോട്ട്സിൽ ഹായ്, കോമ എച്ച് സ്മോൾ അല്ലേടാ അവിടെ കൊടുത്തിട്ടുള്ളേ. ഹായ് കോമ ഡബിൾ ഹായ്, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക, കോമ ഇടുക, കോമ ഹലോ എന്ന് കൊടുക്കുക. അതായത് ഹേ എന്ന് കൊടുക്കുക, HEY കൊടുക്കുക, ഡബിൾ കോട്ട്സിൽ കേട്ടോ. സോറി മാം. ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക, കോമ ഹേ, HEY. ഓക്കെ, ഇതെന്താണ് ഈ ന്യൂ ഒക്കെ കയറി വരുന്നത്? അതിൽ വരുന്നയാ, അതെന്റെ സിൻടാക്സിൽ വരുന്നയാ, അത് കുഴപ്പമില്ല, ക്ലോസ് ചെയ്തോളൂ. അത് പൈച്ചാമ്പിൽ സജഷൻ കാണിക്കുന്നയാ. ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഹേ കഴിഞ്ഞിട്ട് ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യൂ. മെസ്സേജിനെ പ്രിന്റ് ചെയ്ത് നോക്കൂ. വേൾഡ് പ്രിന്റ് ആയി അല്ലേ? പക്ഷേ HEY വന്നില്ലല്ലോ മാം. HEI ആണോ കൊടുത്തിട്ടുള്ളത് അവിടെ? എവിടെ? മുകളിലെ മെസ്സേജില്. ഓൾഡ് മെസ്സേജില് HAI. ഓക്കെ, ഇവിടെയോ HA അല്ലേ കൊടുത്തത്? മെസ്സേജിനകത്ത് HAI തന്നെയാണ് കൊടുത്തത്. ഇപ്പുറത്തോ HEY അല്ലേ കൊടുത്തിരിക്കുന്നേ? അതെ, ന്യൂ HEY ആണ്. എന്താ പ്രിന്റ് ആയിരിക്കുന്നത്? HEI ആ പ്രിന്റ് ആയിരിക്കുന്നേ? HAI ആണ് പ്രിന്റ് ആയിരിക്കുന്നത്. പ്രിന്റ് ഓഫ് മെസ്സേജ് അല്ലേ? ഓക്കെ, അതിനെ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യടാ. സോറി, മൈ ബാഡ്. കൊടുക്കൂ. മെസ്സേജ് ഡോട്ട് റീപ്ലേസിനെ ന്യൂ മെസ്സേജ് എന്നൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യടാ. ഇവിടെ ഇത് കഴിഞ്ഞിട്ടാണോ മാം? തുടക്കത്തില് ലൈൻ നമ്പർ 17 തുടക്കത്തില് ന്യൂ മെസ്സേജ് ഈക്വൽസ് 17 തുടക്കത്തിൽ കൊടുക്കടാ. ന്യൂ മെസ്സേജ്. മാം ഈ കഴ്സർ തന്നെ ഇങ്ങനെ വന്നേ. ഇൻസേർട്ട് ബട്ടൺ ഓൺ ആടാ. ഇൻസേർട്ട് ബട്ടണോ?
കഴിക്കാൻ വരുമായിരുന്നു. ഒരു സ്പേസ് അടിച്ചോ? പോയി, എല്ലാം പോയി. കൺട്രോൾ സെഡ് അടിക്ക്. പറഞ്ഞോ മാം, എങ്ങനെ ഇത് മാറ്റണം മമ്മിക്ക്? ഇൻസേർട്ട് ഒന്ന് പ്രസ് ചെയ്തേ. ഒരു ഇൻസേർട്ട് ഒരു കീ ഇല്ലേ, അതില് ഒന്ന് പ്രസ് ചെയ്തേ. ഇതിനകത്ത് ഇൻസേർട്ടും ഡിലീറ്റും ഉണ്ട് എനിക്ക്. ഇൻസേർട്ട് അല്ല, ഇൻസേർട്ടും ഡിലീറ്റും ഒരേ ബട്ടണിലാ. അയ്യോ, അപ്പൊ അതിന്റെ ഷിഫ്റ്റ് വല്ലതും കൊടുക്കണോ? അതോ ഷിഫ്റ്റ് ഇൻസേർട്ട് കൊടുത്തു നോക്കിക്കേ. എന്നാണോ ടൈപ്പ് ചെയ്തേ. ഇൻസേർട്ട് കൺട്രോൾ സെഡ് അടിക്ക്. ഈ ഒന്നുകൂടെ കൺട്രോൾ സെഡ് അടിക്ക്. ആദ്യം പഴയതുപോലെ ആവട്ടെ. കൺട്രോൾ സെഡ്. മെസ്സേജ് അതില് ഒരു സ്പേസ് അടിച്ചേ അവിടെ ആദ്യം. പോയി. എന്നിട്ട് അവിടെ എം അടിച്ചേ. എന്നിട്ട് ഒരു വട്ടം കൂടെ ബാക്കിൽ ഒന്നുകൂടെ സ്പേസ് അടിക്കുക. ബാക്കിലേക്ക് പോകുന്ന സ്പേസ് അടിക്കുക. 2 സ്പേസ് അടിക്കുക തവണ. എൻ്റർ അടിച്ചേ. ടൈപ്പ് ചെയ്തേ. എന്താ കൊടുക്കണ്ടേ അമ്മ? ന്യൂ മെസ്സേജ് ഈക്വൽസ്. ന്യൂ എൻ്റർ അടിക്കുക. ന്യൂ കഴിഞ്ഞ് സ്പേസ് അടിച്ചേ. മാം ഒരു മിനിറ്റ്, ഞാൻ ആദ്യം കൂടി ചെയ്യാം. ന്യൂ സ്പേസ് ഈക്വൽസ്. മെസ്സേജ് ഡോട്ട് റീപ്ലേസ് ഓഫ് ബ്രാക്കറ്റ്സിൽ കൊടുക്കൂ. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കൂ. അതില് ഹായ് മാറ്റിയിട്ട് ഡബിൾ കോട്ട്സിൽ ഹായ് മാറ്റിയിട്ട് ഡബിൾ കോട്ട്സിൽ ഹായ് മാറ്റിയിട്ട് ഡബിൾ കോട്ട്സിൽ ഹായ് കൊടുക്കൂ. ഡബിൾ കോട്ട്സിന് കോമ ഡബിൾ കോട്ട്സിൽ ഹേയ് HEY. ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യൂ. നീ പ്രിന്റ് മെസ്സേജിന് പകരം പ്രിന്റ് ന്യൂ കൊടുക്കൂ. ഓക്കെ, ഇവിടെ ഇനി ശിഖയുടെയില് റീപ്ലേസിന്റെ അകത്ത് ആദ്യം കൊടുക്കൂ. ഹൗവിനെ ഹൂ വെച്ച് റീപ്ലേസ് ചെയ്യൂ. ഡബിൾ കോട്ട്സിൽ ഹൗ, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യാ, കോമ ഹൂ WHO. പ്രിന്റ് ന്യൂ. Who are you? റീപ്ലേസ് ചെയ്തു അല്ലേ? ക്ലിയർ ആയോടാ അത്? നമ്മൾ ആദ്യമേ അതിനൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യണം അല്ലേ? അതെ, ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യണം. ഇനി നെക്സ്റ്റ് പറയുന്നത് കമ്പാരിസൺ ആണേ. കമ്പാരിസൺ എൻ്റർ അടിക്കൂ. ജസ്റ്റ് ഒരു വേരിയബിൾ കൊടുക്കൂ. S1 ഈക്വൽസ് ഡബിൾ കോട്ട്സിൽ ഹലോ. S2 ഈക്വൽസ് ഹലോ. S1 S2ലും നമ്മൾ ഹലോ കൊടുക്കണം അല്ലേ? ഹലോ തന്നെ കൊടുക്കുക. ഓക്കെ, താഴെ കൊടുക്കൂ. പ്രിന്റ് S1 ട്രിപ്പിൾ ഈക്വൽസ് S1 triple equals S2. ഓക്കെ, ഇവിടെ ഡബിൾ കോട്ട്സ് കൊടുത്ത ഡബിൾ ഈക്വൽസ് മതി, ട്രിപ്പിൾ ഈക്വൽസ് വേണ്ട. ജസ്റ്റ് ഡബിൾ ഈക്വൽസ്. താഴെ കൊടുക്കൂ. പ്രിന്റ് S1 ബ്രാക്കറ്റ്സിൽ S1 is S2 സ്പേസ് is S2.
is S2. Okay. Execute ചെയ്യൂ. True. രണ്ടും ട്രൂ വന്നു അല്ലേ? ഇനി ആ ഹലോ എന്നുള്ളത് മാറ്റി ഹായ് എന്നാക്കി കൊടുക്കൂ S2 ല്. false അല്ലേ? അതായത് എനിക്കിപ്പോ രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ രണ്ട് തരത്തിൽ കമ്പയർ ചെയ്യാം. ഒന്ന് ഡബിൾ ഈക്വൽസ് വെച്ചും ചെയ്യാം, പിന്നെ ഒന്ന് ഈസ് വെച്ചിട്ടും ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പോ ഡബിൾ ഈക്വൽസ് എന്ന് പറയുന്ന വാല്യൂവിന് ഡബിൾ ഈക്വൽസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂസിനെ മാത്രമേ കമ്പയർ ചെയ്യുന്നുള്ളൂ. S1 S2 S3 എന്ന് പറഞ്ഞാൽ എത്ര വേരിയബിൾസ് ഉണ്ടാക്കിയാലും ശരി, എല്ലാത്തിന്റെയും കണ്ടന്റിനെയാണ് അവിടെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, S1ന്റെ S2ന്റെയും കണ്ടന്റിനെ മാത്രമാണ് ഡബിൾ ഈക്വൽസ് കമ്പയർ ചെയ്യുന്നത്. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് കണ്ടന്റ് എന്ന് പറയുന്നത് S1-നകത്ത് HELLO. അതെ, ഹെലോ, ആ സിംഗിൾ വേർഡ്. അതുപോലെ S2-ല് ഹായ്. ഞാൻ രണ്ടിനെയും തമ്മില് കണ്ടന്റ് തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. ഇനി S1 ഈസ് S2 എന്ന് പറയുമ്പോൾ ഈ S1ഉം S2ഉം സ്റ്റോർ ചെയ്തിട്ടുള്ള മെമ്മറി അഡ്രസ്സിനെ കൂടി അങ്ങ് ചെക്ക് ചെയ്യും. Is to check only the content of to test and compare. Only the content of to tests and compare. എന്ന് പറയുമ്പോൾ എന്താ മാം ഉദ്ദേശിക്കുന്നത്? അതായത് ഇവിടെ S1ന്റെയും S2ന്റെയും വാല്യൂ എന്താണെന്ന് മാത്രമേ ആര് ചെക്ക് ചെയ്യുന്നുള്ളൂ? ഡബിൾ ഈക്വൽ ടു ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇനി കമ്മിങ് ടു ഈസിനെ വിളിക്കുന്ന പേരാണ് ഐഡന്റിറ്റി ഓപ്പറേറ്റർ. എന്താ മാം? ഐഡന്റിറ്റി ഓപ്പറേറ്റർ. അതെന്ത് അടിക്കണം? ഓക്കെ, കമന്റ് ആണല്ലേ? ഓക്കെ, അല്ല, S1 ഈക്വൽ ടു S2 എന്ന് പറയുമ്പം ജസ്റ്റ് കണ്ടന്റ് മാത്രം ചെക്ക് ചെയ്യും. അതെ, S1 ഈസ് S2 എന്ന് പറയുമ്പോ അതിൽ ഈസ് എന്ന് പറയുന്ന പേരാണ് ഐഡന്റിറ്റി ഓപ്പറേറ്റർ. ഐഡന്റിറ്റി ഓപ്പറേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഐഡന്റിറ്റി ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് നമ്മുടെ എലമെന്റ്സിന്റെ വാല്യൂവിന്റെ ഒപ്പം നമ്മുടെ ഈ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് മെമ്മറി ലൊക്കേഷൻസ് ഷെയർഡ് ആണോ എന്ന് കൂടെ നോക്കും. ഇവിടെ S1ന്റെയും S2ന്റെയും ഡാറ്റ കിടക്കുന്നത് രണ്ട് മെമ്മറി ലൊക്കേഷൻസിലാണെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. ഇതിപ്പോ ഒരേ മെമ്മറി ലൊക്കേഷനിലാണ് രണ്ടും കിടക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്യുന്നത്. ഇപ്പൊ ഫാൾസ് ആണ് വന്നത്, ബിക്കോസ് ടെക്സ്റ്റും ഡിഫറെന്റ് ആണ്. അതുപോലെ ടെക്സ്റ്റ് ഡിഫറെന്റ് ആയില്ലേ ഇപ്പോ? രണ്ടിലും ഹലോ കൊടുത്ത സമയത്ത് എന്തായിരുന്നു വന്നത്? ട്രൂ വന്നില്ലായിരുന്നോ? അതിന്റെ റീസൺ ഇതാണ്. only the content of two text and compares അല്ലേ? ഡബിൾ ഈക്വൽസ്. ഡബിൾ ഈക്വൽ ടു അത് ഡബിൾ ഈക്വൽ ടു റിൻടു. ഈസ് എന്ന് പറയുന്നത് വാല്യൂവിന്റെ ഒപ്പം മെമ്മറി ലൊക്കേഷനെ കൂടെ ചെക്ക് ചെയ്യും.
identity operator, and it will compare both memory location as well as the value. It will identify both the memory location and its value, alle? Content or value. And its content. Okay. ക്ലിയർ ആയോടാ? ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ. ഞാൻ എടുത്ത് ഇത്രയും പോർഷൻസ് ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, പ്രിന്റ് നോക്കിയല്ലേടാ? അതെ, ഓക്കെ ആണ്.